ഗസയിൽ മധ്യസ്ഥ രാജ്യങ്ങളും ഇസ്രായേലുമായി അമേരിക്ക നടത്തുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ല. ബന്ദികളിലെ അമേരിക്കൻ വംശജരുടെ മോചനം ഉറപ്പാക്കാൻ പ്രത്യേക നീക്കവുമായി അമേരിക്ക രംഗത്തുവന്നു. വെസ്റ്റ് ബാങ്കിലെ ജനീൻ നഗരത്തിൽ ഇസ്രായേൽ സേന നടത്തിയത് കൊടും ക്രൂരതയാണെന്ന് UN സെക്രട്ടറി ജനറൽ പ്രതികരിച്ചു. വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിൽ അമേരിക്കൻ പൌരൻ കൊല്ലപ്പെട്ടതിൽ ഇസ്രായേലിനോട് വിശദീകരണം തേടിയതായി US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, മരണസംഖ്യ വീണ്ടും ഉയരുകയാണ്. ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് മാത്രം 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സമാധാന ചർച്ചകൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നെതന്യാഹുവിന്റെ നിലപാട് എന്താണ്? അവിടുത്തെ 3 ദിവസം മുമ്പ് അമേരിക്ക വലിയ പ്രതീക്ഷയായിരുന്നു പ്രകടിപ്പിച്ചത്. ഏറ്റവും എളുപ്പത്തിൽ ചുരുങ്ങിയത് ഈ ആഴ്ച അവസാനമോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിലോ ഒരു കരാറിലേക്ക് നീങ്ങാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെ അമേരിക്കൻ നേതൃത്വം അറിയിച്ചിരുന്നു. പക്ഷേ ആ നിലക്കുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ ഈ കടുംപിടുത്തം കാരണം പിടിവാശി മൂലം ഏറെക്കുറെ തകർന്നു എന്ന് വേണം പറയാൻ. കാരണം ഇസ്രായേൽ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പുരോഗതി ജോ ബൈഡൻ മുൻകൈയെടുത്ത് നടത്തിയ ഈ പുതിയ വെടിനിർത്തൽ നീക്കത്തിന് ഉണ്ടായിട്ടില്ല. അത്തരമൊരു നിർദ്ദേശം ഹമാസിന് ഔദ്യോഗികമായിട്ട് കൈമാറിയിട്ടില്ല എങ്കിൽ പോലും ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും സൈന്യത്തെ പിൻവാങ്ങണം അല്ലെങ്കിൽ പിൻവലിക്കണം എന്ന ആ ഒരു നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ അമേരിക്ക ആഗ്രഹിച്ചിരുന്നു. ഇസ്രായേലിലെ സൈനിക നേതൃത്വവും ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അത്തരമൊരു നിലപാടിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ബന്ദികളുടെ മോചനം എന്നതാണ് പ്രധാനം. ഇനിയും കാത്തിരിക്കുകയാണെങ്കിൽ ബന്ദികൾ ബാക്കിയുള്ളവരും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹമാസുമായിട്ടൊരു വെടിനിർത്തൽ ഉണ്ടാക്കുക, ബാക്കി കാര്യങ്ങളൊക്കെയും ഈ വെടിനിർത്തലിന് ശേഷം തീരുമാനിക്കാമെന്നൊരു നിലപാടായിരുന്നു ഇസ്രായേലിലെ സൈനിക നേതൃത്വം മുന്നോട്ട് വെച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ 2 ദിവസം മുമ്പാണ് നെതന്യാഹു കുറെ കൂടി നിലപാട് കടുപ്പിച്ചതും. നെത്സറിയും അതോടൊപ്പം തന്നെ ഫിലാഡൽഫി ഈ 2 ഇടനാഴികളിലും സൈനിക സാന്നിധ്യം വേണം. അവിടെ നിന്ന് അത്തരം ഒരു പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുകയില്ല എന്നാണ് അമേരിക്കൻ നേതൃത്വത്തെയും നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ആഭ്യന്തരമായ വലിയ പ്രതിഷേധം 6 ബന്ദികൾ കൊല്ലപ്പെട്ടതിന് രൂപപ്പെട്ട ആ പ്രതിഷേധം ഇപ്പോൾ പോലും തുടരുകയാണ്. പക്ഷെ അതൊന്നും തന്നെ തൻ്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ അല്ലെങ്കിൽ കുറെ കൂടി ഒരു പ്രായോഗികമായിട്ടുള്ള നിലപാടിലേക്ക് വരാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചിട്ടില്ല. ബെൻഗവീർ, സ്മോട്രിക് ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാരും അവരുടെ പാർട്ടികളും നെതന്യാഹുവിൻ്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതീക്ഷ പകരുന്ന ഒരു വെടിനിർത്തൽ ചർച്ച ഫലത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല. അതേസമയം ബാങ്കിലെ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി സംബന്ധിച്ച് അമേരിക്കയുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അവിടുത്തെ 26-കാരിയായിട്ടുള്ള ഒരു വനിതാ ആക്ടിവിസ്റ്റാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ തുർക്കി വംശജയാണ് ഇവർ. അനധികൃതമായിട്ടുള്ള ഈ കുടിയേറ്റക്കാർ നടത്തുന്ന പലസ്തീൻ സമൂഹത്തിന് നേരെ നടത്തുന്ന വലിയ തോതിലുള്ള അതിക്രമങ്ങൾക്കെതിരെയായിരുന്നു നബ്ലസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നടന്നത്. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ ഈ വനിതാ ആക്ടിവിസ്റ്റും ഉണ്ടായിരുന്നു. അവരെയാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അല്പം മുമ്പ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിനോട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടതുണ്ട്. തങ്ങളുടെ ഒരു പൗര കൊല്ലപ്പെട്ടു എന്നതിൽ മാത്രമല്ല അതിക്രൂരമായിട്ടാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സമയബന്ധിതമായി തന്നെ അതിൽ വിശദീകരണമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുർക്കി പ്രസിഡന്റ് ഉർദുഗാനും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം ഇരട്ട പൗരത്വമുള്ള ഈ ഒരു വനിതാ ആക്ടിവിസ്റ്റിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമാണ്, അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഇതിന് അന്തർദേശീയ തലത്തിൽ തന്നെ മറുപടി പറയേണ്ടി വരും എന്നാണ് ഉർദുഗാനും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അമൃത, നാസർ, നമുക്കറിയാം ഈ ബന്ദി മോചനം സംബന്ധിച്ച വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇസ്രായേലിനകത്ത് തന്നെ നെതന്യാഹു സർക്കാരിനെതിരെ നടക്കുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നു അമേരിക്കൻ വംശജരായ ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി പ്രത്യേക നീക്കം അമേരിക്ക നടത്തുമെന്ന്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും? അവിടുത്തെ നേരത്തെ തന്നെ ഇത്തരമൊരു നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. കാരണം അതിൽ നിരവധി അമേരിക്കൻ വംശജരുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ ഈ 6 പേർ കൊല്ലപ്പെട്ടതിൽ ഒരു അമേരിക്കൻ വംശജ ഉൾപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം അമേരിക്കൻ സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അമേരിക്കക്കാരായിട്ടുള്ള ബന്ദികളെയെങ്കിലും മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നുകൂടി ഇപ്പോൾ അമേരിക്ക ആരായുന്നുണ്ട്. നേരത്തെ നടന്ന
നടന്ന ചില നീക്കങ്ങളോട് ബന്ദികളുടെ ബന്ധുക്കൾ അത്ര അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിരുന്നത്. കാരണം മോചിപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഈ 100-ലേറെ വരുന്ന ബന്ദികളെയും മോചിപ്പിക്കണം. അതിൽ നിന്ന് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വംശജരെ മാത്രം വേർതിരിച്ച് പിന്നെ അവരെ മോചിപ്പിക്കാൻ ചർച്ച നടത്തുന്നതും അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഉടമ്പടി രൂപപ്പെടുത്തുന്നതും ശരിയല്ല എന്നായിരുന്നു ബന്ദികളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള പൊതുവേദി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ എങ്കിൽ പോലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ 1/2 ഡസനിലധികം വരുന്ന അമേരിക്കൻ ബന്ദികളെ ഏതർത്ഥത്തിൽ മോചിപ്പിക്കാൻ സാധിക്കും? അതുമായി ബന്ധപ്പെട്ട് ഈ മധ്യസ്ഥ രാജ്യങ്ങളുമായി ഈജിപ്തും ഖത്തറുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക ചർച്ച നടക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഹമാസ് നേതൃത്വം ഇക്കാര്യത്തിൽ പിന്നെ നേരത്തെ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സേന പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് പിൻവാങ്ങാതെ ഒരു ബന്ദിയെയും ജീവനോടുകൂടി മോചിപ്പിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഹമാസ് അറിയിച്ചിരിക്കെ ഇസ്രായേലിനെ നിർബന്ധം ചെലുത്തിക്കൊണ്ട് അല്ലാതെ ഇത്തരമൊരു നീക്കം ജോ ബൈഡൻ ആഗ്രഹിച്ചാൽ തന്നെയും അത് പ്രായോഗികമായിട്ട് നടക്കുക ദുഷ്കരമായിരിക്കുകയാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ. അമൃത. ശരി.